ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എല്ലാവരും ഭയങ്കര ബിസിയിലായിരിക്കും അല്ലേ? എക്സാം ടൈമാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. എല്ലാ കുട്ടികളും പഠിപ്പിലും അമ്മമാരും ഒക്കെ പഠിപ്പിക്കാനുള്ള തത്രപ്പാടിലൊക്കെ ആയിരിക്കും. അപ്പോൾ എക്സാമിന് മുമ്പ് ഞങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ അമ്പല ദർശനമാണ്. അങ്ങനെ ഇന്ന് നമ്മൾ വന്നേക്കണം അമ്പലമാണ് കേട്ടോ, നമ്മുടെ തിരുവള്ളക്കാവ് അമ്പലം ചേർപ്പിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ദക്ഷിണ മൂകാംബികയിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് നമ്മുടെ തിരുവള്ളക്കാവിൽ ഇതിനുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ എക്സാം സമയമാകുമ്പോൾ തിരക്ക് കൂടണം അമ്പലം. അപ്പോൾ നമ്മുടെ തിരുവള്ളക്കാവിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ആദ്യത്തേനൊക്കെ ആദ്യം +2 ആയതുകൊണ്ട് എക്സാം കുറച്ച് നേരത്തെ തുടങ്ങണ കാരണം ഞങ്ങൾ എല്ലാവരും എത്തണതിനൊക്കെ മുമ്പ്, അതായത് നമ്മുടെ സാധാ പരീക്ഷകൾ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഈ എക്സാം ടൈം ആകുമ്പോൾ എല്ലാ അമ്പലങ്ങളിലും കുറച്ച് തിരക്ക് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ആദ്യം എല്ലാ ദിവസവും ഒന്നും പോവാറില്ല. എക്സാം സമയമായി ഇപ്പോൾ എല്ലാ ദിവസവും കാലത്തിനിട്ട് കുളിച്ച് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എക്സാം ആകുമ്പോൾ കുറച്ച് ഭക്തി എല്ലാവർക്കും കൂടുതലായിരിക്കും. അങ്ങനെ ഞങ്ങളിത് ഇന്ന് തിരുവള്ളക്കാവിൽ വന്നേക്കണേ. അപ്പോൾ കുറച്ചൊക്കെ കുട്ടികളും അമ്മയും അച്ഛനൊക്കെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ആ കുട്ടികളെയൊക്കെ ഇങ്ങനെ പേന പൂജിക്കാനും പിന്നെ നമ്മുടെ അവിടുത്തെ സ്വാരസ്യത്തിൽ നെയ്യ് മേടിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ നേരെ പോയി തൊഴുത് പേന പൂജിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ സരസ്വതിയുടെ അവിടെ ദക്ഷിണ മൂകാംബികയിൽ. അപ്പോൾ ഇവിടെ പേന പൂജിക്കലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി തൊഴുത് ഇറങ്ങി എള്ളുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വില്ലും അമ്പും ഒക്കെ ഏന്തി നിൽക്കുന്ന ധർമ്മശാസ്താവാണ് കേട്ടോ. പക്ഷെ തിരുവള്ളക്കാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്തിനിരുത്തുന്ന അമ്പലത്തിനാണ് പ്രശസ്തി. ഇവിടെ വിദ്യാരംഭത്തിന് പ്രശസ്തി വരാൻ കാരണം ഒരു വാസുദേവ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. വാസുദേവ ഭട്ടതിരിപ്പാടിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആൾക്ക് നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല ബുദ്ധി വന്നിട്ട് ആളൊരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഇവിടെ വിദ്യാരംഭത്തിന് പ്രശസ്തി ഏറിയതെന്നാണ് ഞാനിങ്ങനെ ഇത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ വേറെ വല്ല എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സരസ്വതി അർച്ചനയുണ്ട്. ഇവിടെ നിന്ന് ഇത്ര നേരം ആദിത്യൻ മുണ്ട് മറിച്ച് കര ഉള്ളിലേക്കാക്കിയിട്ടൊക്കെയാണ് എടുത്തേക്കണത്. അവൻ എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അനുവേട്ടൻ അവിടെ വെച്ച് തന്നെ മുണ്ടൊക്കെ ശരിയാക്കി ഇടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി. അതിന് അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർ മുണ്ടെടുത്ത് ശീലിച്ചിട്ടുണ്ട്. ഈ ട്രൗസറും പാൻറ്റും ഇതൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ എവിടെ മുണ്ടിട്ട് ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ മുണ്ടൊക്കെ മറിച്ചൊക്കെ എടുത്തേടാ. അവൻ എങ്ങനെയെങ്കിലും എടുത്ത് വന്നാൽ മതി. അല്ല അച്ഛനോട് നല്ല ഭംഗിയുണ്ടാവും. ആയിട്ട് നിന്നാ അങ്ങനെ മുണ്ടൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കിട്ടാം. നല്ല രസമുണ്ട്. നല്ല വെളിച്ചം, ആ സൂര്യൻ്റെ ഉദിച്ച് വരണ വെളിച്ചം നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നിട്ട് നല്ല രസമുണ്ട് അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോ എടുക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചു. അവിടെ അമ്പലത്തിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മറച്ച് വെച്ചേക്കാണ്. എന്താ പണി എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുത് നമ്മുടെ എള്ളുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോകലല്ല, ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. നമ്മൾ അമ്പലത്തിൽ പോയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വീട്ടിൽ കയറില്ലല്ലോ. അതും കുറച്ച് അകലെയുള്ള അമ്പലത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ട് മോനെ. ഞാനത് ഓർത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ കാറി കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ അനൂപ പറഞ്ഞത് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹർത്താലുള്ള ദിവസം, നമുക്ക് ഹർത്താലുണ്ടായിരുന്നില്ല ഒരു ദിവസം, അന്നാണ് ഞങ്ങളിത് ഈ അമ്പലത്തിൽ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷമത്തിലയോ
നേരത്തെ തന്നെ ആയ കാരണം നമുക്കിനി അമ്പലത്തിലും കയറാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ കോണത്തുനിൽ വിട്ടു. കോണത്തുതിൽ നമ്മുടെ പുതിയ അമ്പലത്തിലാണ് കേട്ടോ പോയത്. അവിടെയും തൊഴുത്, ദേവീനെയും തൊഴുത്, മഹാദേവനെയും തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ കോണത്തുനിൽ. എന്നിട്ട് അവിടെ അമ്മ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ നല്ല ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയും തയ്യാറാവണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ പുതിയ അടിപൊളി അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്.